രാജ്യമാണ് എല്ലാറ്റിനേക്കാളും വലുത്. രാജ്യമില്ലെങ്കിൽ നമ്മളില്ല, നമ്മളില്ലെങ്കിൽ രാജ്യവുമില്ല. രാജ്യത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും പറ്റി 3 നേരവും മുക്കുമുട്ടെത്തുന്ന ഏമ്പക്കവും വിട്ട് ശത്രുരാജ്യത്തെ സ്നേഹിക്കുന്നവരോട് വെറും പുച്ഛം മാത്രം. മലയാളത്തിൻ്റെ പ്രിയ കവി വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പറഞ്ഞത് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ്. ഞാൻ പ്രതിസന്ധിയിലായപ്പോൾ നീ എനിക്ക് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. തിരിച്ചു നിന്നെ സഹായിച്ചിരിക്കും. നീ ചെയ്ത വഞ്ചന ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ നിന്നെ ഞാൻ വഞ്ചിക്കില്ല. കാരണം നീ അല്ല ഞാൻ. ഇതാണ് ഇന്ത്യയുടെ നയം. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഫെബ്രുവരി 2-ാം വാരം ഇന്ത്യയിൽ സൗഹൃദ സന്ദർശനത്തിന് വന്ന ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യൻ അതിർത്തി വിട്ടപ്പോൾ തന്നെ അമേരിക്ക ആക്രമിച്ചു തകർത്തു. അതിലെ 50 സെയിലേഴ്സ് കൊല്ലപ്പെട്ടു. ചിലരെ ശ്രീലങ്ക സംരക്ഷിച്ചു. മറ്റൊരു കപ്പലിനെ അമേരിക്ക ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ തിരിച്ചു വിളിച്ചു. അതിലെ സെയിലേഴ്സിനെയും കപ്പലിനെയും ഇന്ത്യ സംരക്ഷിക്കുന്നു. ഇനി ഈ ഇറാൻ ഇന്ത്യയോട് ചെയ്തത് എന്താണെന്ന് നോക്കാം. ഇന്ന് ഇറാനും അമേരിക്കയും തുറന്ന യുദ്ധത്തിലാണ്. ഒരു കാലത്ത് ഇവർ ബഡാ ദോസ്തായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ 2 പ്രധാന യുദ്ധങ്ങളിലും ഇറാൻ ഇന്ത്യയുടെ എതിർചേരിയിലായിരുന്നു. ഇറാൻ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ കൂടെ നിന്ന് പാകിസ്ഥാനെ സഹായിച്ചു. കോൾഡ് വാറിന്റെ തുടക്കത്തിൽ 60കളിൽ ഇറാനെ ഭരിച്ചത് ഷാ മുഹമ്മദ് റസ പെൽവിയായിരുന്നു. ഇയാൾ സോവിയറ്റ് യൂണിയനെതിരെ ഉള്ള ചേരിയിൽ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ഇയാൾ പാകിസ്ഥാന്റെ അഡ്മിറലും സപ്പോർട്ടറുമായിരുന്നു. 65ലെയും 71ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇറാൻ പാകിസ്ഥാന് അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്തു. 71ലെ യുദ്ധസമയത്ത് ഇറാൻ പാകിസ്ഥാന് സ്വന്തം ആയുധങ്ങൾ കൊടുക്കുകയും അമേരിക്ക പിന്നീട് അതിന്റെ പണം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അന്ന് ഇന്ത്യൻ സർക്കാർ ഇസ്രായേലിനെ അംഗീകരിക്കുക പോലും ചെയ്തിരുന്നില്ല. എന്നിട്ടും 65ലെയും 71ലെയും യുദ്ധത്തിൽ ഇസ്രായേൽ ഇന്ത്യയെ അവർക്ക് പറ്റുന്ന വിധത്തിലെല്ലാം സഹായിച്ചു. 99ലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് പിന്നിലും ഇസ്രായേലിന് വലിയൊരു പങ്ക് വഹിച്ചു. 71ലെ യുദ്ധത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ അമേരിക്ക അവരുടെ 7-ാം കപ്പൽപ്പടയെ അയച്ചു. UK അവരുടെ HMS ഈഗിൾ എന്ന വിമാനവാഹിനി കപ്പലിനെ അയച്ചു. 7-ാം കപ്പൽപ്പടയിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങളാണ് പണ്ട് ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ചത് എന്ന് നാം ഓർക്കണം. അന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നത് സോവിയറ്റ് യൂണിയന്റെ ആണവിക മുങ്ങിക്കപ്പലുകളായിരുന്നു. ഇത് കണ്ട് ഭയന്ന അമേരിക്ക അവരുടെ കപ്പലുകൾ തിരിച്ചുവിടുകയായിരുന്നു. ഇതൊന്നും ഇന്ത്യ ഒരിക്കലും മറക്കുകയില്ല. ഇന്ത്യ ഇസ്രായേലിനെയും റഷ്യയും ഒരിക്കലും കൈവിടില്ല. കാരണം അവർ നമുക്ക് ചെയ്ത സഹായങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. 4-ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയില്ലേ, ആപൽക്കാലത്തെ ചങ്ങാതിയാണ് യഥാർത്ഥ ചങ്ങാതി എന്ന്.